ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷുഡ് എന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് എക്സാമ്പിൾസ് ഞാൻ എഴുതിയിട്ടുണ്ട്. പലർക്കും കൺഫ്യൂഷനാണ് ഈ ഷുഡ് എന്നുള്ള വാക്ക് എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ളത്. അപ്പോൾ അത് നമുക്കിന്ന് ക്ലിയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. അവർ 2 മണിക്ക് ഇവിടെ എത്തേണ്ടതാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? 2 മണിക്ക് ഇവിടെ എത്തേണ്ടതാണെന്ന് പറയുമ്പോൾ ഒരു സാധ്യതയാണ് പറയുന്നത്. 2 മണിക്കാണ് എത്തേണ്ടത്. ചിലപ്പോൾ നേരത്തെ വരാം, ചിലപ്പോൾ താമസിച്ച് വരാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ നടക്കേണ്ടതാണ് എന്ന് പറയാനായിട്ട് നമുക്ക് ഷുഡ് ബി എന്ന കോമ്പിനേഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതായത് അവരിവിടെ 2 മണിക്ക് എത്തേണ്ടതാണെന്ന് അങ്ങനെ പറയാൻ പറ്റും. ദേ ഷുഡ് ബി ഹിയർ അറ്റ് 2 o'clock അല്ലെങ്കിൽ അറ്റ് 2 PM. ഓക്കെ, ദേ ഷുഡ് ബി ഹിയർ അറ്റ് 2 o'clock. ഇവിടെ ബിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ദേ ഷുഡ് റീച്ച് ഹിയർ അറ്റ് 2 o'clock എന്ന് പറയാം. അതും കറക്റ്റാണ്. അതായത് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പോസിബിലിറ്റിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇവിടെ നടക്കാം, നടക്കാതിരിക്കാം. അങ്ങനത്തെ കേസസിൽ നമുക്ക് ഷുഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത സെൻറ്റൻസ്, നീ നന്നായി പഠിക്കണം. നീ നന്നായി പഠിക്കണം. ഇത് നമ്മൾ എന്താ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് അല്ലേ, ഒരാൾക്ക് ഒരു അഡ്വൈസ് കൊടുക്കുകയാണ്, ഒരു ഉപദേശം കൊടുക്കുകയാണ്. നീ നന്നായി പഠിക്കണം എന്നുള്ളത്. അപ്പോൾ ഈ നന്നായി പഠിക്കണം അതായത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത് അല്ലേ. പഠിക്കണം, ചെയ്യണം എന്ന് പറയാനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഷുഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഷുഡ്. ഓക്കെ, നീ നന്നായി പഠിക്കണം. അപ്പോൾ എങ്ങനെ പറയാൻ പറ്റും? യു ഷുഡ് സ്റ്റഡി. ഇനി നന്നായി എന്നുള്ള അർത്ഥത്തിൽ ഏത് വാക്കാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്? വെൽ. യു ഷുഡ് സ്റ്റഡി വെൽ. നീ നന്നായി പഠിക്കണം. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ട്, അതായത് ഒരു ഉപദേശം കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു നിർബന്ധത്തിൽ പറയുന്ന സമയത്ത് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഷുഡ് എന്ന വാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് അടുത്ത ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ നാളെ സിനിമയ്ക്ക് പോകണോ? അതായത് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യണോ എന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഒരു കാര്യം ചെയ്യണോ എന്ന് ചോദിക്കുകയാണ് അല്ലേ. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണോ എന്ന് ചോദിക്കണമെങ്കിൽ നമുക്ക് ഷുഡ് ഇവിടെ ക്വസ്റ്റ്യൻ വേർഡിന് പകരം യൂസ് ചെയ്യാവുന്നതാണ്. ഷുഡ് ആയിരിക്കണം ആദ്യം എഴുതുന്നത്. നമ്മൾ നാളെ സിനിമയ്ക്ക് പോകണോ എന്നെങ്ങനെ ചോദിക്കാൻ പറ്റും? ഷുഡ് നമ്മൾ അടുത്ത് എഴുതുക വി ഗോ. പോകണോ, പോകുക എന്നുള്ളതാണ് ഇവിടുത്തെ വേർബ്. ഷുഡ് വി ഗോ ടു ദ മൂവീസ്. ടു ദ മൂവീസ് എന്ന് വെച്ചാൽ എന്താ? സിനിമയ്ക്ക് എന്നുള്ള അർത്ഥത്തിലാണ്. സിനിമ തിയേറ്റർ എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് നമ്മൾ മൂവീസ് എന്ന് പറയുന്നത്. ഷുഡ് ടു ദ മൂവീസ് എന്നാണ് പറയേണ്ടത്. ടു ദ മൂവീസ് ടുമോറോ. നമ്മൾ നാളെ സിനിമയ്ക്ക് പോകണം. ഷുഡ് വി ഗോ ടു ദ മൂവീസ് ടുമോറോ. ഓക്കെ, അപ്പം ഷുഡ് എവിടെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? എന്തെങ്കിലും ഒരു സാധ്യതയെക്കുറിച്ച് പറയാനായിട്ട് യൂസ് ചെയ്യാം. ദേ ഷുഡ് ബി ഹിയർ അറ്റ് 2 o'clock. ദേ ഷുഡ് ബി ലീവിങ് ദി ഓഫീസ് അറ്റ് 10 o'clock. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ നടക്കാൻ സാധ്യതയുണ്ട്, ഇങ്ങനെ ആയിരിക്കാം നടക്കുന്നത് എന്ന് പറയാനായിട്ട് നമുക്ക് ഷുഡ് ബി യൂസ് ചെയ്യാം. അല്ലാതെ നമ്മൾ എപ്പോഴാണ് ഷുഡ് യൂസ് ചെയ്യേണ്ടത്? നമ്മൾ എന്തെങ്കിലും ഒരു അഡ്വൈസ്, ഉപദേശം കൊടുക്കുമ്പോൾ നീ നന്നായി പഠിക്കണം, നീ കറക്റ്റ് സമയത്ത് വരണം, നീ നാളെ ഇവിടെ 9 മണിക്ക് എത്തണം എന്നൊക്കെ സജഷനും ഉപദേശവും നിർബന്ധവും പറയുന്ന സമയത്ത് നമുക്ക് ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് എന്ത് യൂസ് ചെയ്യാം? ഷുഡ് യൂസ് ചെയ്യാം. അതുപോലെ എന്തെങ്കിലും ചെയ്യണോ എന്ന് ചോദിക്കാനായിട്ടും നമുക്ക് ക്വസ്റ്റ്യൻ വേർഡായിട്ടും ആ സമയത്ത് ഷുഡ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ പഠിപ്പിച്ചത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമെൻറ്റ് സെക്ഷനിൽ കൊടുക്കാവുന്നതാണ്. നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇതുപോലത്തെ നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഞങ്ങൾ അതിന് മറുപടി നൽകുന്നതായിരിക്കും. അതേപോലെ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ ഈ വീഡിയോസ് കാണുന്നതിലൂടെ നിങ്ങൾക്ക് ഇംഗ്ലീഷിലെ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. പക്ഷേ സംസാരിക്കാൻ പഠിക്കണമെങ്കിൽ നമ്മൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ തെറ്റുകൾ തിരുത്തി തന്നെ പഠിക്കണം. അപ്പോൾ അങ്ങനെ പഠിപ്പിക്കുന്ന കോഴ്സസ് ആണ് നമ്മൾ ഇംഗ്ലീഷ് മിത്രയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് മിത്ര പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അഡ്മിഷൻ എടുക്കുവാനും വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. English Mithra. Stop worrying, start learning.